മഹാനായ CM മോര് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ പിതാവ് ഹറമിൽ പോയപ്പോൾ നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുമെന്നും ആ കുട്ടി വലിയാണ് എന്നും നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ തന്നെ ആ കുട്ടിക്ക് ഇങ്ങനെ പേരിടണമെന്നും നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ട്. അപ്പൊ CM മോരെ കുറിച്ച് ബിശാറത്ത് നേരത്തെ ആലിമീങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് മഹാനവറുകൾ ഇവിടെ ജനിക്കുന്നത്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ 30 കൊല്ലത്തോളം ഇൽമു പഠിച്ചു. മഹാനവറുകൾ അവിടുന്ന് ദർസ് നടത്തി. വീണ്ടും മഹാനവറുകൾ മുഹീദ്ദീൻ നഖ്ശബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ചാരത്ത് നിന്നുകൊണ്ട് ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ വലിയ മഅരിഫത്തിന്റെ ഉടമയായി. അങ്ങനെ മഹാനവറുകൾ അവരുടെ വഫാത്തിന് ശേഷമാണ്, ഈ മഹാനായ ശൈഖിന്റെ വഫാത്തിന് ശേഷമാണ് മഹാനായ ഖുത്ബുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇങ്ങനെ പുറത്തു നടന്ന് ജനങ്ങൾക്ക് വേണ്ടി സേവനത്തിന് വേണ്ടി തന്റെ ജീവിതം മാറ്റിവെക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 10-ാം വയസ്സിൽ 20-ാം വയസ്സിൽ ഒല്ലിട്ട് ഇറങ്ങിയതല്ല. എത്ര കൊല്ലം? 30 കൊല്ലം ഇൽമു പഠിക്കാൻ പോയതപ്പോഴേക്കും ഏകദേശം 10-40 കൊല്ലം കഴിഞ്ഞു. വീണ്ടും മഹാനവറുകൾ ആത്മീയതയിൽ ഊന്നിയ ജീവിതം നയിച്ചു. എന്നിട്ടാണ് മഹാനവറുകൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇരിക്കുകയാണ്. അപ്പൊ ഇതവര് നേടിയെടുത്തത് ഒരു പ്രഭാതത്തിൽ വന്നതല്ല. ധാരാളം അവര് ഇൽമിനു വേണ്ടി, ദീനിനു വേണ്ടി അങ്ങോട്ട് ജീവിതം മാറ്റിവെച്ചപ്പോൾ അല്ലാഹു തആല അവർക്ക് കൊടുത്തു. കാരണം എന്തുകൊണ്ട്? പഠിച്ചതിനനുസരിച്ച് അമൽ ചെയ്തവരാണവർ. മൻ അമില ബിമാ അലിമ, പഠിച്ചതിനനുസരിച്ച് അമൽ ചെയ്താൽ അല്ലാഹു തആല അവർക്കറിയാത്തത് പലതും പഠിപ്പിച്ചു കൊടുക്കും. അവർക്കറിയാത്തത് പലതും അല്ലാഹു എത്തിച്ചു കൊടുക്കും. അല്ലാഹു തആല മഹാന്മാർക്കും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകൾക്ക് പലതും അറിയിച്ചു കൊടുക്കും. ദിക്റിലും സ്വലാത്തിലും അങ്ങനെ തന്റെ ജീവിതം അങ്ങ് മാറ്റിവെച്ചപ്പോൾ അല്ലാഹു തആല അവർക്ക് വലിയ ആദരവ് കൊടുത്തു. അതാണ് കറാമത്തുകൾ. ഒരേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ മഹാനവറുകളെ കാണുന്നു. മഹാനവറുകൾ തന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് മഹാനവറുകൾ പറയുന്നു, യാ റബ്ബി ലാ മിസ്ലി ഫീ ഖർനിൽ ഹാദിരീൻ, എന്നെ പോലെ ഈ കാലഘട്ടത്തിൽ നീ ഒരാളെ പടച്ചില്ലല്ലോ അല്ലാ. മഹാനവറുകൾ പറയാണ്, എന്നെ പോലെ ഒരാളെ നിന്നെ പടച്ചില്ലല്ലോ പഠിച്ചവനെ. മഹാനായ CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകൾ പാണ്ഡിത്യത്തിലൂടെ, ഭക്തിയിലൂടെ അല്ലാഹുവിന്റെ ഹളറത്തിൽ അല്ലാഹുവിന്റെ പ്രീതി നേടിയ വലിയ മനുഷ്യനാണ്, വലിയ മഹാനാണ്. എങ്ങനെയാണ് മഹാനവറുകൾ അവിടേക്ക് എത്തിയത്? ഇന്ന് നോക്കൂ നിങ്ങൾ, ഇന്നും മഗ്രിബ് നിസ്കാരത്തിനും അതിന് ശേഷവും ആ മഖാമിൽ എത്ര ആളുകളാണ്. നിരന്തരം ആളുകൾ അവിടെ സിയാറത്ത് ചെയ്യുകയാണ്. ഫലം കാണാതെ വരൂലല്ലോ, ഒരു ഫലം കിട്ടാതെ വരുമോ എന്ന് പറഞ്ഞാൽ പല ആളുകളും ടൂറിസ്റ്റ് കേന്ദ്രത്തിൽ പോകും. ഒരട്ടം പോയാൽ പിന്നെ അങ്ങോട്ടും അല്ലാതെ പോകൂല. അതേതോ അങ്ങനെയാണ്, കൂടുതലും അങ്ങോട്ട് പോകില്ല. ആദ്യം പോയ രസം ഉണ്ടാവില്ല. പക്ഷേ മഹാനവറുകളുടെ അടുത്തേക്ക് നമ്മൾ എത്ര തവണ വന്നു എന്നിട്ട് പറയുമ്പോ നമുക്ക് ആർക്കെങ്കിലും രസക്കേട് തോന്നിയോ? എന്തേ അത് തോന്നാത്തത്? എന്താണ് നമ്മൾ അവിടേക്ക് വരുന്നത്? ഫലം കിട്ടിയത് കൊണ്ടാണ്. എന്തേ മഹാനവറുകളിൽ നിന്ന് ഇങ്ങനെ ഫലം കിട്ടാനുള്ള കാരണം? ഈ മഹാനവറുകൾ ഇത്ര വലിയ സ്ഥാനത്തെത്താൻ കാരണം എന്താണ്? എല്ലാവർക്കും അത്താണിയായി താൻ എന്ത് പ്രശ്നം ചെന്നവിടെ ചെന്ന് പറഞ്ഞാലും, ഏത് പ്രശ്നമാണെങ്കിലും അവിടെ പ്രതിവിധിയുണ്ടെന്ന ബോധമുള്ളത് കൊണ്ടാണല്ലോ സാധുവായ ഞാനും നമ്മളൊക്കെ ഇവിടെ വന്ന് സങ്കടം പറയുന്നത്. ജാതി മതഭേദമെന്നെ ആ വീടിന്റെ മുന്നിൽ അവിടത്തെ സവിധത്തിൽ ജനങ്ങൾ എത്തിച്ചേർന്നത്,
ജീവിതകാലത്തും ഇപ്പോഴും എത്തിച്ചേരാനുള്ള കാരണം എന്താണ്? പാണ്ഡിത്യത്തിലൂടെ, തഖ്വയിലൂടെ ആ ജീവിതം ത്യാഗനിർഭരമായപ്പോ, മാതൃകാപരമായപ്പോ അല്ലാഹുവിന്റെ സഹായം, അല്ലാഹുവിന്റെ തിരുനോട്ടം മഹാനായ CMOർക്ക് അല്ലാഹു നൽകുകയാണ്. അവിടത്തെ മുമ്പിൽ പണ്ഡിതര് വരുന്നു. സുബ്ഹാനല്ലാഹ്, ഇന്നുള്ള കിടയറ്റ ആലിമീങ്ങൾ, മഹാനായ താജുൽ ഉലമാ, അല്ലാഹു അവിടത്തെ ദറജ ഉയർത്തുമാറാവട്ടെ. അവിടത്തേക്ക് എല്ലാ വിഷയങ്ങളും അനുഗ്രഹവും നൽകിയ ബഹുമാനപ്പെട്ട സുൽത്താനുൽ ഉലമാ മഹാനവറുകളെ അറിയാത്തവരുണ്ടോ? മഹാനവറുകൾക്ക് കിട്ടിയ അംഗീകാരം എത്രയാണ്? ആ അംഗീകാരം മുഴുവനും നൽകിയത്, എല്ലാ അനുഗ്രഹവും നൽകിയത് ഈ മഹാനെടുക്കൽ നിന്നല്ലേ. അപ്പൊ ലോകത്തറിയപ്പെട്ട പണ്ഡിതന്മാര് മുഴുവനും മഹാനായ മഹാനവറുകളുടെ ശൈഖുനാന്റെ അരികിൽ വന്നത് എന്തിനാണ്? അവർക്ക് വലിയ ഇൽമുണ്ട്. ആ ഇൽമനുസരിച്ച് അവരങ്ങ് ജീവിച്ചപ്പോൾ അല്ലാഹു തആല അവർക്ക് ആദരിച്ചു കൊടുത്തതാണ് കറാമത്ത്. അല്ലാഹു അവർക്ക് ആദരിച്ചു കൊടുത്തതാണ് വിലായത്ത്. ആ കറാമത്തും വിലായത്തും മരണത്തിന് ശേഷവും തുടരുമെന്ന് മഹാന്മാരും നിരവധി ഗ്രന്ഥങ്ങളിലൂടെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്നല്ല ഏറ്റവും കൂടുതൽ ശക്തി പ്രാപിക്കുന്നത് മരണശേഷമാണെന്ന് മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തുകയാണ്. ഞാൻ പറഞ്ഞു വരുന്നത് മഹാനായ CMO അവർ തഖ്വയിലൂടെയും ഇബാദത്തിലൂടെയും അല്ലാഹുവിങ്കൽ അത്യുന്നതമായ സ്ഥാനം കൈവരിച്ചപ്പോൾ പരിശുദ്ധ അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ ജമാഅത്ത് അവരിന് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രവർത്തകരിലേക്ക് വലിയ ആവേശവും ധൈര്യവും പകർന്നു കൊടുക്കുന്ന വിഷയത്തിൽ മഹാൻ സദാ ശ്രദ്ധ കാണിച്ചിരുന്നു. അഹ്ലുസുന്നത്തി വൽ ജമാഅ അതിന്റെ പ്രവർത്തന ഗോതയിൽ മഹാനവറുകൾ നൽകിയ ധൈര്യം ചില്ലറയല്ല. പഴയ ഒരുപാട് ആലിമീങ്ങളുടെ പ്രസംഗത്തിൽ നമ്മൾ കേട്ടതായതുകൊണ്ട് ഞാൻ അവിടേക്കൊന്നും പോവല്ല. മഹാനവറുകൾ അവരുടെ മഹത്വം തിരിയാത്ത ആളുകൾ ഒരുപക്ഷെ അവരാക്ഷേപിക്കും. എന്നാൽ മഹാന്മാരായ ഔലിയാക്കളുടെ മഹത്വവും അവരുടെ സ്ഥാനവും അവരുടെ സഹവും അവരുടെ ജദുവും ഇതെല്ലാം ഉൾക്കൊള്ളാൻ ഒരു വിശാലമായ മനസ്സ് വേണം. കുടില മനസ്സുള്ളവർക്ക് അതൊന്നും ഉൾക്കൊള്ളാൻ കഴിയില്ല. അങ്ങനെ വിശാല മനസ്കതയില്ലാതെ പോയതിനാൽ പല ആളുകളും ഔലിയാക്കളെ എതിർക്കാറുണ്ട്. അതേ ബഹുമാനപ്പെട്ട കഴിഞ്ഞുപോയ മുഴുവൻ ഇമാമിങ്ങളുടെ ചരിത്രം പരിശോധിച്ചാൽ അവരൊക്കെ സുന്നത്ത് ജമാഅത്തിനെതിരായി പ്രവർത്തിക്കുന്നവരാണ്, അവരൊക്കെ കള്ളന്മാരാണെന്ന് പറഞ്ഞ് എത്രയോ ആരോപണങ്ങൾ മഹാന്മാരായ ഇമാമിങ്ങൾക്കെതിരെ പറഞ്ഞ ആരോപണങ്ങൾ ചരിത്രത്തിൽ നമുക്ക് വായിക്കാൻ കഴിയും. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ, തികഞ്ഞ പണ്ഡിതനായിരുന്നല്ലോ മഹാനവറുകൾ. അല്ലാഹു തആല ഇൽമ് അവൻ ഉദ്ദേശിക്കുന്നവർക്ക് മാത്രമാണ് യഥാർത്ഥത്തിൽ അല്ലാഹുവിന്റെ ഇൽമ് കിട്ടുന്നത്. മഅരിഫത്തുല്ലാഹ്, അതാണ് അറിവിന്റെ അടിത്തറ. അല്ലാഹുവിനെ മനസ്സിലാക്കുക, അല്ലാഹുവിന്റെ വിശേഷണങ്ങളെ മനസ്സിലാക്കുക. അതുവഴിയാണ് ഒരാൾക്ക് തവക്കുലും ഇഖ്ലാസും എത്തിച്ചേരാനുള്ള മാർഗം. അല്ലാഹുവിനെ മനസ്സിലാക്കുക, അള്ളാഹുവിനെ മനസ്സിലാക്കുക. അങ്ങനെ മനസ്സിലാക്കിയാൽ പിന്നെ അവർക്ക് അള്ളാഹുവിനെ അല്ലാതെ പേടി ഉണ്ടാകൂല. അതാണ് അല്ലാഹു തആല ഔലിയാക്കളെ കുറിച്ച് പറഞ്ഞത്. വലാ യഖാഫൂന ലൗമത ലായിം, ആരെ ആക്ഷേപിച്ചാലും ആരെ എതിർത്താലും ആര് അവരെ ചീത്ത പറഞ്ഞാലും ഒരാളെയും അവർ പേടിക്കൂല. കാരണം അവർ അല്ലാഹുവിന്റെ തൃപ്തി ആഗ്രഹിച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ്. അവര് ദുനിയാവ് ആഗ്രഹിച്ച് ജീവിച്ചവരല്ല.
ഹക്കിനെ ഹക്കായി തുറന്നു പറയുക, ഭൗതികതയോടുള്ള വിരക്തി ഉണ്ടാവുക, ഭൗതികതയ്ക്ക് വേണ്ടി ആഖിറത്തെ മറക്കാതിരിക്കുക, ഇതൊക്കെ ഒരു യഥാർത്ഥ പാണ്ഡിത്യത്തിന്റെ അടയാളമാണ്. ഇതെല്ലാം സമ്മേളിച്ച മഹാനാണ് CM വലിയുല്ലാഹി ശൈഖ് അവറുകൾ. മഹാനവറുകളുടെ ജീവിതം പരിശോധിച്ചു നോക്കിയാൽ ഏത് സ്ഥലത്ത് ചെന്നാലും ഇബാദത്തെടുക്കാനും അവിടെ ഒരു 2 റക്അത്ത് നിസ്കരിക്കാനും ആ നിസ്കരിക്കുന്നതിൽ ഒരു വലിയ ദീർഘവീക്ഷണമുണ്ട്. പല സ്ഥാപനങ്ങളുടെ ഉയർച്ചയിലും അത് കാരണമായിട്ടുണ്ടെന്ന് ചരിത്രത്തിൽ നമുക്കറിയാം. ഇങ്ങനെ നിരവധി സ്ഥലങ്ങളിൽ ദീനിനെ നിലനിർത്താൻ, സുന്നത്ത് ജമാഅത്തിനെ നിലനിർത്താൻ അല്ലാഹുവിന്റെ റിള ഉദ്ദേശിച്ചുകൊണ്ട് മാത്രം അല്ലാഹുവിന്റെ ദീന് പഠിപ്പിക്കുന്ന സ്ഥാപനങ്ങളെ ഉയർത്തിക്കൊണ്ടുവരാൻ മഹാനവറുകൾ എത്ര സ്ഥലങ്ങളിലാണ് അവിടത്തെ സാന്നിധ്യം നൽകിയത്. കുട്ടിക്കാലത്ത് തന്നെ ഇൽമുമായി മഹാനായ ശൈഖുന ബന്ധപ്പെട്ടു. ചെറിയ പ്രായമെത്തിയ ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഓതിപ്പടിക്കുന്ന കാലത്ത് ആ സമയത്ത് പോലും ഒരു കറാഹത്ത് ചെയ്യാതെ, എന്നല്ല ജീവിതത്തിൽ ഒരു സമയത്തും ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ജീവിച്ച മഹാനാണ്. നമുക്കത് ആലോചിക്കാൻ കഴിയുന്നുണ്ടോ? മഹാനവറുകൾ ഈ ഒരു മർത്തബയിലേക്ക് എത്തിച്ചേരാനുള്ള കാരണമാണ് ഞാൻ പറയുന്നത്. സൂക്ഷ്മത വേണം ജീവിതത്തിൽ. നമ്മളൊക്കെ അത് കറാഹത്തല്ലുള്ളൂ എന്ന് പറഞ്ഞിട്ട് വിടുന്ന ടീമാ. അതിപ്പോ സുന്നത്തല്ലുള്ളൂ എന്ന് കരുതിയിട്ട് നിസ്കരിക്കാതെ പോകുന്നവരാണ് നമ്മൾ. അതൊക്കെ സുന്നത്തല്ലുള്ളൂ. പള്ളിയിൽ ആവശ്യമില്ലാത്ത സംസാരം, അത് സംസാരിച്ചാൽ ആരെങ്കിലും ചീത്ത പറഞ്ഞാൽ അത് ഹറാമൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ അങ്ങനെ ഇല്ലല്ലോ ഇങ്ങനെ ഇല്ലല്ലോ എന്ന് ന്യായം പറയുന്നവരാണ് നമ്മൾ. അവിടെയാണ് ശൈഖുനയുടെ ജീവിതത്തിന്റെ മഹത്വം, അവരുടെ സൂക്ഷ്മത നമ്മൾ മനസ്സിലാക്കേണ്ടത്. പഠിക്കുന്ന സമയത്ത് പോലും ഒരു കറാഹത്ത് പോലും ചെയ്യാത്ത ശുദ്ധമായ ജീവിതം, ദീർഘകാലം മുതഅല്ലിമായി ജീവിച്ചു. ഞാൻ പറഞ്ഞല്ലോ 30 കൊല്ലത്തോളം മഹാനവറുകൾ മുതഅല്ലിമായി ജീവിച്ചിട്ടുണ്ട്. കിതാബോധി പഠിക്കുക എന്ന് പറഞ്ഞാൽ അത് ചില്ലറ പഠനമല്ല. നമ്മൾ ഉസ്താദുമാരിൽ നിന്നൊക്കെ നമ്മൾ കേട്ടതാണ്. ഉസ്താദ് അങ്ങ് കിതാബോധി കൊടുത്താൽ പിന്നെ അത് നോക്കേണ്ടതില്ല, പിന്നെ അതൊന്ന് തുറന്ന് പഠിക്കേണ്ട ഒരു അവസരം അവർക്കതിന്റെ ആവശ്യമില്ല. പിറ്റേന്ന് ഉസ്താദ് ഏത് ചോദ്യം ചോദിച്ചാലും അവരെല്ലാ ചോദ്യങ്ങൾക്കും മറുപടി പറയുന്നു. ഇങ്ങനെ ഓതിപ്പടിച്ച് 30 കൊല്ലത്തോളം ഇൽമുമായി ബന്ധപ്പെട്ടു മഹാൻ. ശേഷം വീണ്ടും 10 കൊല്ലത്തോളം ദർസ് നടത്തി ഇൽമുമായി ശുഗലായി. വീണ്ടും മഹാനവറുകൾ അതാ തന്റെ ആത്മീയ പുരോഗതിക്ക് വേണ്ടി മഹാനവറുകൾ വീണ്ടും അതാ തന്റെ ത്വരീഖത്ത് നേടാൻ വേണ്ടി, തന്റെ ആത്മീയമായ മുന്നേറ്റത്തിന് വേണ്ടി മഹാനവറുകൾ വീണ്ടും പഠിക്കാൻ പോവുകയാണ്. ജീവിതത്തിലുടനീളം മഹാനായ ജീലാനി തങ്ങളുടെ ജീവിതം പോലെ, ബഹുമാനപ്പെട്ട റിഫായി ശൈഖ് തങ്ങളുടെ ജീവിതം പോലെ ദീർഘകാലം ഇൽമുമായി ബന്ധപ്പെട്ടു. അവിടത്തെ പിതാവായ മർഹൂം കുഞ്ഞിമായി കോയ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, അല്ലാഹു അവരുടെയൊക്കെ ബറക്കത്ത് കൊണ്ട് നമുക്ക് നാഫിയായ ഇൽമിനെ വർദ്ധിപ്പിച്ചു തരട്ടെ. അതുപോലെ മർഹൂം മലയമ്മ അബൂബക്കർ മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ, ബഹുമാനപ്പെട്ട മർഹൂം ഇംബിച്ചാലി മുസ്ലിയാർ നവ്വറല്ലാഹു മർഖദ തുടങ്ങിയ ഉന്നത ശീർഷരായ പണ്ഡിതന്മാരിൽ നിന്നാണ് മഹാനവറുകൾ ഇൽമു നുകർന്നത്. അതിനുശേഷം വെല്ലൂർ ബാഖിയാത്തിൽ ചെന്ന് അതാ ഉന്നതമായ സ്ഥാനം നേടി മഹാനവറുകൾ തിരിച്ചു വന്ന് മഹാനവറുകൾ ദർസ് നടത്തുകയാണ്. നിരവധി ഔലിയാക്കളുമായി ബന്ധം പുലർത്തി ഇടക്കിടക്ക് സിയാറത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് തന്റെ ആത്മീയമായ മുന്നേറ്റത്തിന് മഹാനവറുകൾ അതാ തന്റെ ജീവിതം അങ്ങ് മാറ്റിവെക്കുകയാണ്. മഹാനവറുകൾ
10 കൊല്ലം ദർസ് നടത്തി വീണ്ടും അതാ മഹാനായ ശൈഖ് മുഹീദ്ദീൻ നഖ്ശബന്ദി നവ്വറല്ലാഹു മർഖദ, അല്ലാഹു അവരുടെ ബറക്കത്ത് കൊണ്ട് നമ്മളെ നന്നാക്കി തരട്ടെ. മഹാനവറുകളുടെ അടുക്കൽ വീണ്ടും 10 കൊല്ലത്തോളം അവിടെ വീണ്ടും ഖിദ്മത്ത് ചെയ്ത് ജീവിക്കുകയാണ്. വഖാലിത്തിസ് സുലഹാ നിൽതസ് സ്വലാഹ ബിഹിം ലിഅന്നഹും ഫീ വജൂഹിൽ അർളി അഖ്മാറൂ. അല്ലാഹുവിന്റെ മഹാന്മാരായ ഔലിയാക്കൾ, അല്ലാഹുവിന്റെ സവിധത്തിലേക്ക് എത്തിയ തസവ്വുഫിന്റെ മഹാന്മാർ, അവരുമായി നിരന്തരം ബന്ധം പുലർത്തുമ്പോ നിൽതസ്വലഹ ബിഹിം, നീയും അതാ വലിയ വലിയ സ്ഥാനത്തെത്തുന്നു. സാധുക്കളായ നമ്മളൊക്കെ മഹാനായ ശൈഖുനയുടെ ചാര വരുന്നത്, അതുപോലെയുള്ള മഹാന്മാരുടെ ചാരത്ത് പോകുന്നത് അവരുടെ ഓരം പറ്റി രക്ഷപ്പെടാൻ വേണ്ടിയാണ്. നിങ്ങൾ കേട്ടിട്ടില്ലേ, മഉൽ കനീഫി ഇദാ മസാല മുഖ്തലിതാ ബിമാഇ നഹ്രിൻ ഫസാലത് അൻഹു അഖ്ദാറു. കലങ്ങി മറിയുന്ന വെള്ളം, ആ വെള്ളം നല്ല ശുദ്ധമായ നീരുറവയിലേക്ക്, നല്ല ശുദ്ധമായ ഒഴുകുന്ന ഒരു തോട്ടിലേക്ക്, എത്ര കലങ്ങിയ വെള്ളവും എത്ര അശണ്ടയുള്ള വെള്ളവും നിങ്ങൾ ആ തെളിഞ്ഞ ഒഴുകുന്ന വെള്ളത്തിലേക്ക് ഒഴിച്ചാൽ അല്പം കഴിഞ്ഞാൽ അതും തെളിഞ്ഞു വരുന്നത് കണ്ടിട്ടില്ലേ? അതും പിന്നെ തെളിഞ്ഞിട്ട് പോകും, പിന്നെ കലക്ക് കാണൂല. ഇതുപോലെ ശുദ്ധ മനസ്സിന്റെ ഉടമകളായ അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കൂടെ അവരുടെ ജീവിതകാലത്തും വഫാത്തിന് ശേഷവും അവരോട് നിരന്തരം ബന്ധം പുലർത്തിയാൽ ഇതുപോലെ നമ്മളും അറിയാതെ നന്നായി പോകുമെന്ന് മഹാന്മാര് പഠിപ്പിക്കുകയാണ്. അതുകൊണ്ടാണ് നമ്മൾ ഇവരുടെ കൂടെ കൂടുന്നത്. അതുകൊണ്ടാണ് ജീവിച്ചിരിക്കുന്ന വലിയ വലിയ ആലിമീങ്ങളെ കൂടെ നമ്മൾ പോകുന്നത്. അവരുടെ അടുത്ത് ചെന്ന് നമ്മളൊക്കെ ഒന്ന് മന്ത്രിപ്പിക്കുന്നത്. അവരുടെ ചാര നിന്നാൽ തന്നെ അതിന്റെ ബറക്കത്ത് ലഭിക്കും. അല്ലാഹു മഹാനായ ശൈഖുനയുടെ അവരോടുള്ള ബന്ധം പുലർത്താനും അതുവഴി നമ്മുടെ ഖൽബ് നന്നാകാനും അല്ലാഹു തൗഫീഖ് തരട്ടെ. മഹാനവറുകൾ ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ ജനിക്കും എന്ന് ബിശാറത്ത് കിട്ടിയ മഹാനാണ്. മഹാനായ ശൈഖ് ജീലാനി തങ്ങൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട്. റിഫായി ശൈഖ് റളിയല്ലാഹു അൻഹു ഉണ്ടായിട്ടുണ്ട്. മഹാനായ റിഫായി ശൈഖ് തങ്ങളുടെ അമ്മാവൻ ബഹുമാനപ്പെട്ട അബൂ മൻസൂർ റളിയല്ലാഹു അൻഹു അവരൊരിക്കൽ സ്വപ്നത്തിൽ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണുകയാണ്. മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്നേക്ക് 40-ാം ദിവസം ഒരു കുട്ടി ജനിക്കും, നിങ്ങളുടെ സഹോദരി ഗർഭിണിയാണ്. ഇന്നേക്ക് 40-ാം ദിവസം ജനിക്കും. ആ കുട്ടിക്ക് നിങ്ങൾ ഇന്ന പേരിടണം, അഹമ്മദ് റിഫായി പേരിടണം. ആ കുട്ടിയെ നിങ്ങൾ നന്നായി ഇൽമു പഠിപ്പിക്കണം. നിങ്ങൾ പറയാൻ ഇൽമു പഠിക്കേണ്ട പ്രായത്തിയാൽ നല്ലൊരു മുദരിസിന്റെ അടുത്ത് കൊണ്ടാക്കണം, നല്ല ഇൽമു പഠിക്കണം. ആ മനുഷ്യൻ അല്ലാഹുവിന്റെ വലിയാണ്, അല്ലാഹുവിന്റെ ഔലിയാക്കളിൽപ്പെട്ട മഹാനാണ്. 40-ാം ദിവസം മഹാനായ റിഫായി ശൈഖ് ജനിക്കുകയാണ്. ഇതുപോലെ അന്ന് ജീവിച്ച വലിയൊരു മഹാൻ ദർസ് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ റിഫായി ശൈഖിന്റെ ഉമ്മ പ്രസവിച്ചിട്ടില്ല, ഗർഭിണിയാണ്. നടന്നു പോകുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ഈ ഉസ്താദ് സെബുക്ക് നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എഴുന്നേറ്റു. സ്വാഭാവികമായിട്ട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ എഴുന്നേറ്റത്? ആ ഉമ്മനെ കണ്ടതുകൊണ്ടാണോ? അല്ല, ആ ഉമ്മയുടെ ഉള്ളിൽ ജനിക്കാൻ പോകുന്ന ഒരു കുട്ടിയുണ്ട്. ആ കുട്ടി അല്ലാഹുവിന്റെ ഔലിയാക്കളിൽ പെട്ട കുട്ടിയാണ്. ആ കുട്ടിയെ കണ്ടതുകൊണ്ടാണ് ഞാൻ എഴുന്നേറ്റു നിന്നതെന്ന് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ മഹാനായ റിഫായി ശൈഖിനെ കുറിച്ച് ബിശാറത്ത് പറയപ്പെട്ടിട്ടുണ്ട്.
ഖുർആനിലുണ്ട്. ഇത് ഓവറാന്നാണ് ചിലവർ മനസ്സിലാക്കുക. ഞാൻ നേരത്തെ പറഞ്ഞ വിശാല മനസ്സ് വേണം, അപ്പോഴേ ഇത് മനസ്സിലാവുള്ളൂ. മഹാനായ CM മോര് ജനിക്കുന്നതിന്റെ മുമ്പ് തന്നെ അവിടുത്തെ പിതാവ് ഹറമിൽ പോയപ്പോൾ നിങ്ങൾക്കൊരു കുട്ടി ജനിക്കുമെന്നും ആ കുട്ടി വലിയാണ് എന്നും നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നാട്ടിൽ തന്നെ ആ കുട്ടിക്ക് ഇങ്ങനെ പേരിടണമെന്നും നേരത്തെ വിവരം കിട്ടിയിട്ടുണ്ട്. ഇതൊക്കെ ജനിക്കുന്നതിന് മുമ്പുള്ള ബിശാറത്താണ്. പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു ഇത് പഠിപ്പിക്കുന്നുണ്ട്. മഹാനായ ഈസാ നബി അലൈഹിസ്സലാം അവിടുന്ന് തന്റെ ബനു ഇസ്രായേലുകാരോട് പറയുന്നൊരു സംഭവമുണ്ട്. ഞാൻ നിങ്ങളിലേക്ക് അയക്കപ്പെട്ട ദൂതരാണ്, അതിന് പുറമേവ മുബശ്ശിറം ബിറസൂൽ, അതാ ഒരു പ്രവാചകനെ കുറിച്ച് സുവിശേഷം പറയാനും വന്നവനാണ് ഞാൻ. നിങ്ങൾ ആലോചിക്കണം, ഹബീബായ നബി തങ്ങള് ജനിക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പ് മഹാനായ ഈസാ നബി അലൈഹിസ്സലാം പറയുകയാണ് വമുബശ്ശിറം ബിറസൂൽ, ഞാനൊരു പ്രവാചകനെ കുറിച്ച് സുവിശേഷം പറയാനും കൂടി വന്നവനാണ്. ആരാണ് ആ പ്രവാചകൻ? യഅ്തി മിൻ ബഅദി, എനിക്ക് ശേഷം വരാൻ പോകുന്നു. ഇസ്മുഹു അഹ്മദു, പേരടക്കം ഈസാ നബി അലൈഹിസ്സലാം പറഞ്ഞു കൊടുക്കുകയാണ്. ഇത് ഖുർആനിലുള്ള ആയത്താ ഞാൻ പറഞ്ഞത്, ഇത് വൈഫാക്കണ്ട. 500 കൊല്ലം മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജനിക്കുന്നതിന്റെ 500 കൊല്ലം മുമ്പ് ഈസാ നബി പറയുന്ന വിഷയം ഖുർആനിൽ അല്ലാഹു പറയാണ്. വെറും പേരുന്നല്ല പറഞ്ഞത്, ഇസ്മുഹു അഹ്മദ്, അഹ്മദ് എന്ന് പേരുള്ള ഒരാൾ വരും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ധാരാളം പേരുണ്ട്, അതിലൊരു പേരാണ് അഹ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ നേരത്തെ ബിശാറത്ത് നൽകാമെന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പഠിപ്പിക്കുകയാണ്. എന്നാലും CM വലിയുള്ളാന്റെ അങ്ങനെ വരുന്നു ഖുർആനിൽ പറഞ്ഞ ഗുണം എന്താണ് വലിയ ചോദിക്കുക? ഇവർക്ക് മുഴുവൻ അങ്ങനെയുള്ള ചോദ്യം. ഏത് ബദരീങ്ങളാണ്ടേക്കാന് അല്ലെങ്കിൽ അജ്മീർ ഉറൂസ് എടുത്താൻ ഖുർആൻ ഹദീസിലുണ്ടോ എന്ന് ചോദിക്കുന്ന ടീമാണ് ഇവര്. അല്ലാഹു തആല അവരൊക്കെ നന്നാക്കട്ടെ, ഇല്ലെങ്കിൽ അവരുടെ ഷർറിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. നമ്മളെ കുടുംബത്തിലോ നമ്മളെ ബന്ധപ്പെട്ടവരിലോ മഹാനായ ശൈഖുനയുടെ ബറക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മളെ ബിദ്അത്തുകാരെ തൊട്ട് കാത്ത് രക്ഷിക്കട്ടെ. അഹ്ലുസ് സുന്നത്തി വൽ ജമാഅത്തിന് വേണ്ടി എല്ലാ പണ്ഡിതന്മാർക്കും ധൈര്യം നൽകിയ മഹാനാണ് ശൈഖുന മഹാനവറുകൾ. അവരുടെ ചാരത്ത് നിന്നാണ് നമ്മളിത് പറയാൻ ധൈര്യപ്പെടുന്നത്. കാരണം അവരിതൊക്കെ കണ്ടും കേട്ടും സന്തോഷിക്കുന്നുണ്ടെന്ന് നമ്മൾ ഉറപ്പിക്കുന്നവരാണ്. അപ്പൊ CM മോരെ കുറിച്ച് ബിശാറത്ത് നേരത്തെ ആലിമീങ്ങൾ പറഞ്ഞു. അങ്ങനെയാണ് മഹാനവറുകൾ ഇവിടെ ജനിക്കുന്നത്. അങ്ങനെ നേരത്തെ പറഞ്ഞതുപോലെ 30 കൊല്ലത്തോളം ഇൽമു പഠിച്ചു. മഹാനവറുകൾ അവിടെ നിന്ന് ദർസ് നടത്തി. വീണ്ടും മഹാനവറുകൾ മുഹീദ്ദീൻ നഖ്ശബന്ദി റഹ്മത്തുള്ളാഹി അലൈഹി അവരുടെ ചാരത്ത് നിന്നുകൊണ്ട് ആത്മീയതയുടെ ഉത്തുംഗ സോപാനത്തിലേക്ക് എത്തിച്ചേർന്നു. അങ്ങനെ വലിയ മഅരിഫത്തിന്റെ ഉടമയായി. അങ്ങനെ മഹാനവറുകൾ അവരുടെ വഫാത്തിന് ശേഷമാണ്, ഈ മഹാനായ ശൈഖിന്റെ വഫാത്തിന് ശേഷമാണ് മഹാനായ ഖുത്ബുൽ ആലം ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് ഇങ്ങനെ പുറത്തു നടന്ന് ജനങ്ങൾക്ക് വേണ്ടി സേവനത്തിന് വേണ്ടി തന്നെ ജീവിതം മാറ്റിവെക്കുന്നത്. എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് 10-ാം വയസ്സിൽ 20-ാം വയസ്സിൽ ഒല്ലിട്ട് ഇറങ്ങിയതല്ല. എത്ര കൊല്ലം? 30 കൊല്ലം ഇൽമു പഠിക്കാൻ അപ്പോഴേക്കും ഏകദേശം 10-40 കൊല്ലം കഴിഞ്ഞു. വീണ്ടും മഹാനവറുകൾ ആത്മീയതയിൽ ഊന്നിയ ജീവിതം നയിച്ചു. എന്നിട്ടാണ് മഹാനവറുകൾ അള്ളാഹുവിന്റെ നിർദ്ദേശപ്രകാരം ഇരിക്കുകയാണ്. അപ്പൊ ഇതവര് നേടിയെടുത്തത് ഒരു പ്രഭാതത്തിൽ വന്നതല്ല. ധാരാളം അവര് ഇൽമിനു വേണ്ടി ദീനിനു വേണ്ടി അങ്ങോട്ട് ജീവിതം മാറ്റിവെച്ചപ്പോൾ അല്ലാഹു തആല അവർക്ക് കൊടുത്തു. കാരണം എന്തുകൊണ്ട്? പഠിച്ചതിനനുസരിച്ച് അമൽ ചെയ്തവരാണ് അവർ.
മൻ അമില ബിമാ അലിമ, പഠിച്ചതിനനുസരിച്ച് അമല് ചെയ്താൽ അല്ലാഹു തആല അവർക്കറിയാത്തത് പലതും പഠിപ്പിച്ചു കൊടുക്കും. അവർക്കറിയാത്തത് പലതും അല്ലാഹു എത്തിച്ചു കൊടുക്കും. അല്ലാഹു തആല മഹാന്മാർക്കും അമ്പിയാക്കൾക്കും ഔലിയാക്കൾക്കും അവൻ ഇഷ്ടപ്പെടുന്ന അവന്റെ അടിമകൾക്ക് പലതും അറിയിച്ചു കൊടുക്കും. അതിനാരും അസൂയപ്പെടുകയോ, ഞാൻ നേരത്തെ പറഞ്ഞ വിശാല മനസ്സില്ലാത്തവർക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല. ഇവിടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, അമ്പിയാക്കൾ അദൃശ്യം അറിയിച്ചാലും ഔലിയാക്കൾ അറിയിച്ചാലും അവരാരും സ്വന്തം കഴിവ് കൊണ്ട് അറിയിച്ചവരാണെന്ന് വിശ്വസിക്കുന്നവരല്ല നമ്മള്. അവർക്കൊക്കെ അല്ലാഹു തആല നൽകുകയാണ്. മഹാനവറുകൾ ഈ മേഖലയിൽ ഇൽമു പഠിച്ച് ഇബാദത്തിൽ അങ്ങോട്ട് ജീവിതം മുഴുകി ദിക്റിലും സ്വലാത്തിലും അങ്ങനെ തന്റെ ജീവിതം അങ്ങ് മാറ്റിവെച്ചപ്പോൾ അല്ലാഹു തആല അവർക്ക് വലിയ ആദരവ് കൊടുത്തു. അതാണ് കറാമത്തുകൾ. ഒരേ സമയത്ത് തന്നെ പല സ്ഥലങ്ങളിൽ മഹാനവറുകളെ കാണുന്നു. മഹാനവറുകൾ തന്നെ ഒരു സ്ഥലത്ത് പോയപ്പോൾ ആകാശത്തേക്ക് ചൂണ്ടിയിട്ട് മഹാനവറുകൾ പറയുന്നു, യാ റബ്ബി ലാ മിസ്ലി ഫീ ഖർനിൽ ഹാദിരീൻ, എന്നെ പോലെ ഈ കാലഘട്ടത്തിൽ നീ ഒരാളെ പടച്ചില്ലല്ലോ അല്ലാഹ്. മഹാനവറുകൾ പറയാണ്, എന്നെ പോലെ ഒരാളെ നിന്നെ പടച്ചില്ലല്ലോ പടച്ചവനെ. ഇത് അവരവരുടെ സ്ഥാനം എടുത്തു പറയല്ല. അമ്മാ ബിനിഅമതി റബ്ബിക ഫഹദ്ദിസ്, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞതാണ്. അല്ലാഹു നിങ്ങൾക്കൊരു അനുഗ്രഹം ചെയ്തു തന്നാൽ അത് നിങ്ങൾ എടുത്തു പറയണമെന്ന് ഖാലല്ലാഹു അസ്സ വജൽ. അവ ചിലവര് പറയും, ഓ മൂപ്പരെ പറ്റി വലിയ അത് പറയാണ്. അങ്ങനെ പറയുന്ന ഏതെങ്കിലും ചിന്താഗതിക്കാര് എന്റെ ശബ്ദം കേൾക്കുന്നവരിലുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അങ്ങനെ പറഞ്ഞു കേൾക്കുന്നവരിലുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, സ്വഹീഹായ ഹദീസുകളിൽ വന്നതല്ലേ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, അന സയ്യിദു ഉൽദി ആദം സ്വദഖ റസൂലുള്ളാഹി, ഞാൻ ലോകത്തുള്ള സർവ്വജനങ്ങളുടെയും നേതാവാണ്. സർവ്വജനങ്ങൾ എന്ന് പറഞ്ഞാൽ ആരൊക്കെ പെടും? ആദം നബി അലൈഹി സ്വലാത്തു മുതൽ ഈസാ നബി അലൈഹി സ്വലാം വരെയുള്ള സർവ്വ പ്രവാചകന്മാരും, പിന്നെ ഔലിയാക്കൾ പറയണ്ടല്ലോ, മലക്കുകളുടെയും ജിന്നുകളുടെയും സർവ്വരുടെയും നേതാവാണ്. മറ്റൊരിക്കൽ പറഞ്ഞാൽ സയ്യിദുൽ അവ്വലീന വൽ ആഖിരീൻ, ഞാൻ എല്ലാവരുടെയും നേതാവാണ്. മറ്റൊരിക്കൽ പറഞ്ഞു, ഞാനാണ് സ്വർഗത്തിന്റെ ഉദ്ഘാടനം നിർവഹിക്കുന്നവർ, ഞാനാണ് ലിവാഉൽ ഹംദ് എന്ന കൊടി പിടിക്കുന്ന ആള്. എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലാ ഫഖ്റ, ഇതിനേക്കാളും വലിയൊരു അനുഗ്രഹം വേറെ പറയാനില്ല. അപ്പൊ നബിതങ്ങളും വലിയത് പറഞ്ഞായിരുന്നു കൂട്ടണ്ടേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സ്വന്തം മഹത്വവൽക്കരിച്ചു എന്ന് പറയേണ്ടി വരൂലേ? അങ്ങനെ നബിതങ്ങളെ പറ്റി നിങ്ങൾ അങ്ങനെയാണോ പറയണത്? നിങ്ങളാണ് ആൾക്കാർ പറഞ്ഞുകൂടായില്ല, അങ്ങനെയാണോ പറയണത്? എന്നാ പിന്നെ ഇതും അങ്ങനെ തന്നെ ഒന്ന് കൂട്ടിയാൽ മതി. അതുകൊണ്ടാണ് ശാഫി ഇമാം റളിയല്ലാഹു അൻഹു പറഞ്ഞത്, മഹാനവറുകൾ നബിതങ്ങളുടെ കുടുംബത്തിനെ വല്ലാതെ സ്നേഹിച്ചപ്പോ, അവിടത്തെ അഹ്ലു ബൈത്തിനെ വല്ലാതെ പ്രിയം വെച്ചപ്പോ, അന്നത്തെ വഹാബികൾ, അന്നത്തെ ബിദ്അത്തുകാര്, അന്നത്തെ തബ്ലീഗ് ജമാഅത്തുകാര്, അന്നത്തെ ഖാദിയാനികള്, അന്നത്തെ ജമാഅത്തെ ഇസ്ലാമിക്കാര്, അന്നത്തെ നവീനവാദികള് ശാഫി ഇമാമിനെ അയാള് സുന്നത്ത് ജമാഅത്തിൽ നിന്നും പുറത്തു പോയ ആളാണെന്ന് പറഞ്ഞു. ആരെ കുറിച്ചാ പറഞ്ഞ? ഷാഫി ഇമാമിനെ കുറിച്ച്. പിന്നെ CM വലിയുള്ളതിനെ കുറിച്ച് പറഞ്ഞ അർത്ഥമില്ലല്ലോ. ഷാഫി ഇമാമിനെ കുറിച്ച് പറയാണ്, മൂപ്പര് സുന്നിയല്ല. ഹനഫി ഇമാമിനെ പറ്റി പറഞ്ഞില്ലേ, മൂപ്പര് സുന്നിയല്ല. അതെന്തേ? സുന്നത്ത് ജമാഅത്തിന് വേണ്ടി കണിശമായി പ്രവർത്തിച്ചപ്പോ ഇവരുടെ ആ കള്ളതരീക്കത്തൊന്നും വില പോവില്ല, ഇവരുടെ ആ ബിദഅത്തൊന്നും വില പോകണില്ല. നിങ്ങൾ ആലോചിച്ച് നോക്ക്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മം കൊണ്ട് അനുഗ്രഹീതമായ റബീഉൽ അവ്വൽ വരുമ്പോ പണ്ടൊക്കെ നമ്മൾ കണ്ടിരുന്നു കരിദിനം, നബിദിനം, കരിദിനം. ഇന്ന് നമ്മൾ കാണുന്നില്ല. എന്തേ കാണാൻ കഴിയാത്തത്? അവർ എത്രത്തോളം പോസ്റ്റർ ഇട്ടിച്ചോ അത്രത്തോളം നബിദിന പരിപാടി ഇവിടെ ഉണ്ടായിട്ടേ ഉള്ളൂ. നിങ്ങൾ ആലോചിച്ച് നോക്ക്, പഴയ കാലത്തുള്ളതിനേക്കാളും നബിദിന പരിപാടി ഇപ്പല്ലേ?
ലാസ്റ്റ് ഇവരും അടുത്തുപോയി. ഇവർക്ക് മനസ്സിലായി റസൂലുള്ളാന്റെ മദ്ഹിനെ താഴ്ത്തി കെട്ടാൻ പറ്റൂല, അത് പറ്റൂല എന്ന് അള്ളാഹു പറഞ്ഞതല്ലേ. നബിയെ, നിങ്ങളുടെ മദ്ഹ് പറച്ചില് അത് നമ്മൾ ഉയർത്തിയതാണ്, അത് നമ്മൾ പൊന്തിച്ചു വെച്ചതാണ്. ഇനി അത് ആര് നോട്ടീസ് ഒട്ടിച്ചിട്ടും കാര്യമില്ല എന്ന് അള്ളാഹു ഖുർആനിൽ പഠിപ്പിച്ചതാണ്. മഹാനായ ശാഫി ഇമാം റളിയല്ലാഹു അൻഹു അവിടെ പറഞ്ഞു വെച്ചത്, ശാഫി ഇമാം റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് അഹ്ലു ബൈത്തിനെ വല്ലാതെ സ്നേഹിച്ച് ആദരിച്ചപ്പോ അവിടത്തെ സുന്നിയല്ല റാഫിളി പെട്ടതാണെന്ന് പറഞ്ഞപ്പോൾ ശാഫി ഇമാം അവരോടൊരു മറഞ്ഞ മറുപടിയുണ്ട്. ഇൻകാന റഫ്ളൻ ഹുബ്ബു ആലി മുഹമ്മദി ഫലശഹദി സഖലാനി അന്നി റാഫിദു. റസൂലുള്ളാന്റെ അഹ്ലു ബൈത്തിനെ പ്രിയം വെച്ചതിന്റെ പേരിൽ എന്നെ പുത്തൻവാദി എന്ന് വിളിക്കുകയാണോ എങ്കിൽ ലോകമേ നിങ്ങൾ ഉറപ്പിച്ചോളൂ, ഞാൻ ആ പുത്തൻവാദിയാണ് കേട്ടോ. അഹ്ലു ബൈത്തിനെ സ്നേഹിച്ചതിന്റെ പേരിൽ ഞാൻ പുത്തൻവാദിയാവുകയാണെങ്കിൽ ഫല്ലശഹദി സഖലാനി അന്നി റാഫിദു, എങ്കിൽ ഞാൻ ആ പുത്തൻവാദി തന്നെയാണ്. ഇതേ മറുപടിയാണ് ഇവിടെയും പറയാനുള്ളത്. മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് ഞാനാണ് വലിയ നേതാവെന്ന് പറഞ്ഞത്, അത് നബി തങ്ങൾ പറഞ്ഞത് തെറ്റാണോ മോശമാണ് എന്നാണോ നിങ്ങൾ പറയുന്നത് എങ്കിൽ ഞങ്ങളും ആ മോശം ചെയ്തവരിൽ പെട്ടവരാണ്. പണ്ട് ഉസ്താദ്മാര് പറയണത് പോലെ പല മാത്രം കിടക്കുന്ന സ്വർഗത്തേക്ക് നമുക്ക് പോണ്ട, CM വലിയുള്ള കിടക്കാത്തൊരു സ്വർഗം, അതുപോലെ മഹാന്മാരായ അയിമ്മത്തുകൾ കടക്കാത്തൊരു സ്വർഗം. അവരൊക്കെ മൗലിദ് ഓതിയവരാണ്, ഇവരൊക്കെ കുത്തുബിയത്ത് നടത്തി തന്നവരാണ്, ഇവരൊക്കെ റാത്തീബ് കാണിച്ചു തന്നവരാണ്. ഇവരൊന്നും പോകാത്തൊരു സ്വർഗം. പിന്നെ നമ്മൾ പോകേണ്ട ആവശ്യം? സ്വഹാബത്ത് നബി തങ്ങളുടെ എത്ര മൗലിദാ ഓതിയത്, അതിന് മങ്കൂസ് മൗലിദ് എന്ന് പേരിട്ടിട്ടുണ്ടാവില്ല. അങ്ങനെ ചോദിക്കുക, എത്ര തൊഴിൽ സ്വഹീഹ് ബുഖാരിയിൽ ഉണ്ടല്ലോ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഹസ്സാൻ ഇബ്നു സാബിത്ത് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനെ പറ്റി മദ്ഹ് പാടിയപ്പോ ഒരു സ്റ്റേജ് തന്നെ ഒരുക്കി കൊടുത്തില്ലേ. അപ്പോഴേക്കും മങ്കൂസ് മൗലിദും എല്ലാം ഒരുക്കി കൊടുത്തക്കണോ? അല്ലാഹു തആല നന്നാക്കട്ടെ, ഇല്ലെങ്കിൽ അവരെ ഷർറിൽ നിന്ന് അല്ലാഹു തആല നമ്മളെ കാക്കട്ടെ. പ്രിയപ്പെട്ട സഹോദരന്മാരെ, ഇങ്ങനെ ചോദിക്കാൻ നിന്നാൽ ഇസ്ലാമിന് വലിയ തെളിവുണ്ടോ? ഞാൻ പറഞ്ഞു വരുന്നത്, മഹാനായ CM വലിയുള്ള എന്നെ പോലെ ഈ കാലഘട്ടത്തിൽ ഒരാളെ പടച്ചോനെ സൃഷ്ടിച്ചിട്ടില്ലല്ലോ എന്ന ആ ഒരു നിഅമത്ത് അല്ലാഹു തആല പറയാൻ വേണ്ടി പറയാണ്. ആ നിഅമത്ത് പ്രകടിപ്പിക്കുകയാണ്. അമ്മാ ബിനിഅമത്തി റബ്ബിക ഫഹദ്ദിസ്. ഈ ആയത്ത് അടിഞ്ഞുകൊണ്ടാണ് മഹാനവറുകൾ അത് പ്രഖ്യാപിച്ചത്. നോക്കൂ നിങ്ങൾ, മഹാനവറുകൾ സുൽത്താനുൽ ഉലമയടക്കം താജുൽ ഉലമയടക്കം കിടയറ്റ ആലിമീങ്ങളെ പടുത്തുയർത്തുന്നതിൽ, അവർക്ക് സർവ്വ അനുഗ്രഹങ്ങളും വാങ്ങിക്കൊടുക്കുന്നതിൽ മുൻനിരയിൽ നിന്ന മഹാനാ